അതിനെക്കാട്ടിലും വലിയൊരു കാര്യം പറയാം, ഒരു ഹാർട്ടി കൺഗ്രാറ്റ്സ്. ഭയങ്കര അവാർഡൊക്കെ കിട്ടിയേക്കും അല്ലേ? ഷേ ഒന്നുമല്ല, എന്നെ ഉള്ള നേരല്ലേ അല്ലെ? അതിനുള്ളൊരു സ്ട്രഗിൾ എന്ന് പറയുന്ന ചില്ലറൊന്നും അല്ലായിരുന്നു അനൂപിന്റെ ലൈഫില്. ഐ മീൻ ഒരു കോമ്പയർ ആയിരുന്നു. അതിനുശേഷം പിന്നെന്തുവാ ചെയ്തേ, ഒരു ഫിലിമില് സീരിയലിലും ചെയ്തു, പിന്നെ സിനിമയിൽ വന്നു. ബട്ട് സ്റ്റിൽ അത് കഴിഞ്ഞ ഡയറക്ഷനായി. അപ്പം ഈ ഒരു സ്ട്രഗിൾ ടുവേർഡ്സ് ദ ഫീൽഡ് അല്ലേ, അത് നല്ലൊരു സ്ട്രഗിൾ അല്ലേ അതിനകത്ത്? എന്റെ ഒരു സന്തോഷം കാരണം അനുചേച്ചിയാണ് എന്നെ പറ്റി പറയണത്. സന്തോഷം. പിന്നെ ശരിക്കും സ്ട്രഗിൾ ഭയങ്കരല്ല, അത് ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുക്കുന്ന എല്ലാ ആൾക്കാരും സ്ട്രഗിൾ ഫേസ് ചെയ്തുകൊണ്ട് തന്നെയല്ലേ അറിയാം. ഇതൊരു റിസ്ക് അല്ലേ നമ്മുടെ ലൈഫിൽ എടുക്കുന്ന ഈ ഒരു ഡിസിഷൻ. രാവിലെ വേറൊരു കാര്യം അലിച്ച, ഞാൻ ഇവിടെ വന്നതിന് ശേഷം വേറൊരു കാര്യം ഞങ്ങള് പെട്ടെന്ന് അതായത് വെറുതെ ഇതായി പറയണല്ലേ, ലൈക്ക് വി ഹാവ് എ കണക്ഷൻ നമ്മൾ തമ്മിൽ. ആരെ ഏറ്റവും ആദ്യം സിനിമയിൽ അഭിനയിപ്പിക്കണേ? മേനോൻ അങ്കിള് അല്ലേ? ഞാന് മേനോൻ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ഏത് മമ്മയുടെ സത്യത്തിലോ? അപ്പൊ ശിശു അല്ലേ? അല്ല, ഞാൻ എന്നെക്കാട്ടിലും ഒരു ഇല്ല, ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ സാറിന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിന്റെ 2 സ്റ്റേജ് ഷോസിന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ആ പടം റിലീസ് ആവണ വരെ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും സാർ ഒരു ഭയങ്കര മാനസഗുരു. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സാധനം ചെയ്യുന്നുണ്ടെങ്കിലും സാറിനോട് ആദ്യം മെസ്സേജ് അയക്കും. ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആദ്യമായിട്ടൊരു കവർ സോങ് ഡയറക്ട് ചെയ്തു. ഗുരുത്വമുണ്ട് കൊച്ചിന്, അതുകൊണ്ടാണല്ലോ അങ്കിളിനെ എപ്പോഴും വിളിക്കുകയും അതിന്റെ കാര്യങ്ങളൊക്കെ പറയും. ഈ ശരിക്കും പറഞ്ഞ ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞു, ഫസ്റ്റ് എങ്ങനെയാണ് ഫിലിമിലേക്ക് അല്ലെങ്കിൽ ഒരു കോമ്പയർ ആയിട്ടാണോ കയറിയത്? അല്ല, ഞാൻ ഏറ്റവും ആദ്യം ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന് പറഞ്ഞിട്ട് സിനിമയില് മാർത്താണ്ഡൻ സാറിന്റെ അതിൽ മുഖം കാണിക്കുന്ന പോലെ സണ്ണി ചേട്ടൻ എന്ന് പറയുന്നത് മുഖം കാണിക്കണം, അല്ലെങ്കിൽ നമ്മള് വീട്ടിൽ പഠിച്ച് പഠിത്തം എല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോ അപ്പൻ്റെ അമ്മയുടെ ഒരു ഇതുണ്ടല്ലോ, ജോലി വേണം അത് വേണം. പക്ഷെ നമ്മൾ ഉടനെ സിനിമ എന്ന് പറയുവാന്നേല്, ഈവൻ എന്റെ മൂത്ത മോൻ പോലും ആദ്യം സിനിമ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു 2 അല പലച്ചു. പക്ഷെ അത് ഞാൻ സിനിമയോടുള്ള ഒരു നെറുകേട് കൊണ്ട് പറയുന്നതല്ല, പക്ഷെ എല്ലാ അപ്പൻ്റെ അമ്മയുടെ ഉള്ളിൽ ഒരു സ്റ്റഡി ഇൻകം ഒരു മകന് വേണം എന്നുള്ള ചിന്തിക്കുന്ന എല്ലാ അപ്പൻ്റെ അമ്മയുടെ ഉള്ളിലുള്ളത്. എന്ന് പറഞ്ഞ പോലെ അനൂപ് വരുമ്പോഴും പഠിത്തം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിന്തിക്കത്തില്ലേ? ഈ എന്താ ഒന്നും, ഞാൻ വരുന്ന പട്ടാമ്പി എന്ന് പറയുന്ന പാലക്കാട് ജില്ലയുടെ പട്ടാമ്പി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ അവിടെ നമുക്കങ്ങനെ സിനിമാക്കാരായിട്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല, പോയി പരിചയപ്പെടാനും ഉണ്ട്. മേജർ രവി സാറൊക്കെ ഉണ്ട്, ഞാൻ അവിടെയൊക്കെ പറ്റി ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് നമ്മൾ വരുമ്പോഴും ഒരു സിനിമ എന്ന് പറയുന്ന എറണാകുളം ട്രിവാൻഡ്രം ഒക്കെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയൊരു ഏരിയയാണ്. അപ്പൊ നമുക്ക് ഭയങ്കര പേടി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓഡീഷൻസ് പോയി സണ്ണി ചേട്ടൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു ചേട്ടനുണ്ട്. പുള്ളി വഴിയാണ് ഏറ്റവും ആദ്യം ഈ പറഞ്ഞ ക്ലീറ്റസിലും പ്രൈസ് ദി ലോർഡിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ അനിൽ മാത്യു പറഞ്ഞൊരു അസോസിയേറ്റ് ഡയറക്ടറൊക്കെ വഴിക്കും. പിന്നെ മേനോൻ സാറിന്റെ ഒരു പടം അസിസ്റ്റ് ചെയ്യാൻ, സാറിനെ അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമായിട്ടല്ല, സാറിനെ അസിസ്റ്റ് ചെയ്യുന്ന പോലെ പ്രീ മുതൽ ഷൂട്ടിന്റെ സമയത്ത് കാഷ്യർ എന്നുള്ളൊരു പോസ്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം സാറിന്റെ കൂടെ എല്ലാ പരിപാടികളായിട്ട് ഒരു ത്രൂ ഔട്ട് ഒരു പടത്തിന്റെ പ്രോസസ് എന്താണ് എന്ന് ഏറ്റവും ആദ്യമായിട്ട് അടുത്തിരുന്ന് പഠിക്കണത് അത് ശരിക്കും നല്ലൊരു ക്ലാസ് അല്ലേ? അയ്യോ സാർ ഭയങ്കര, നമ്മൾ ചുമ്മാ ഒന്ന് അഭിനയിക്കാൻ പോവല്ലോ, അതിനകത്ത് നടക്കുന്ന എല്ലാം A to Z അറിയാന്ന് പറയുന്ന നമുക്ക് നാളെ ഭാവിയിൽ അതൊരു ഉപകാരമായിട്ട് തന്നെ, അത് ശരിക്കും ഒരു ഹെൽപ്ഫുൾ ആയില്ലേ? ഭയങ്കര ഹെൽപ്ഫുൾ ആയി, ഭയങ്കര. കാരണം വലിയ ആർട്ടിസ്റ്റുകൾ അതിലാണെങ്കിൽ കുറെ മധുസാർ വരുന്നുണ്ട്. അപ്പം അത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവുമ്പോ അവരുടെ മുമ്പിൽ നമ്മള് ഓക്കെ എത്രയും എഴുതി കൊടുത്ത് കാഷ്യർ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ പടം കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്ത് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. കാരണം ഡബിങ്ങിന് നിൽക്കുന്നുണ്ട്, RRന്റെ സമയത്ത് നിൽക്കുന്നുണ്ട്. മണിയങ്കളായിരുന്നു രാജാമണി. റെക്കോർഡിങ്ങിന്റെ സമയത്ത് ജയചന്ദ്രൻ സാറിന്റെ അടുത്തേക്ക് തൃശ്ശൂർ പോയിട്ട് അവിടെ റെക്കോർഡിങ്ങിന് ഞാൻ നിൽക്കണം. റിലീസിന്റെ തൊട്ടുമ്പോൾ അതിന്റെ പ്രോസസ്, അപ്പൊ ആ ഒരു പ്രോസസ്സ് മുഴുവനും സാറ് കൂടെ കൂട്ടും. അപ്പൊ എനിക്ക് അതൊക്കെ തൊട്ടടുത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഫീസ് കൊടുക്കാതെ പഠിക്കുന്ന പോലത്തെ പരിപാടിയാണ്.